അങ്ങനെ കുറേ നാൾക്ക് ശേഷമായിട്ട് വീഡിയോ ഇടണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മടിയുണ്ട്. ഇനിയിപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് മടി വന്നതാണോ അതെനിക്ക് ജന്മന ഉള്ളതാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോകണം. പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണം. വേറെ എവിടെ പോകാൻ പ്രഗ്നൻറ്റ് സമയത്ത് പുറത്തൊക്കെ പോവാം. പക്ഷേ ചില അവസ്ഥകൾ കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ മാത്രം പോകാൻ പറ്റുന്ന അവസ്ഥയായി. ആ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഡ്രസ്സാണ് ഇട്ടത്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ ഡ്രസ്സ് ഇടുന്നത് നല്ലതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും പിന്നെ ഇതിട്ടപ്പോൾ കുറച്ച് വയറൊക്കെ തോന്നിയായിരുന്നു. അപ്പോൾ പിന്നെ വയറങ്ങോട്ട് തോന്നട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ചെറുതായിട്ട് മോയ്സ്ചറൈസറൊക്കെ പരട്ടി കൊടുത്തു വിട്ടാം. അത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു പൊട്ട് കുത്തി കൊടുത്തു, ചെറിയ പൊട്ട്. പിന്നെയാണ് ഒരു കാര്യം ആലോചിച്ചത്, ട്രൈപോഡ് ഉണ്ടായിരുന്നു, അതുമ്മ വെച്ച് വീഡിയോ എടുത്താൽ മതിയായിരുന്നു. വെറുതെ കയ്യിലും പിടിച്ച് വെറുതെ മനുഷ്യൻ്റെ സമയം കളയും ചെയ്തു. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചു. പിന്നെ കണ്ണെഴുതാൻ നോക്കിയിട്ട് കണ്ണെഴുതാൻ പറ്റണില്ല. പിന്നെ ഒരു കയ്യിൽ ഫോണല്ലേ, പിന്നെ അങ്ങനെ കണ്ണെഴുതാൻ പറ്റാ. അത് കഴിഞ്ഞപ്പോൾ വിശന്നു കൂട്ടാം. 3 മണിക്കൂർ കൂടുമ്പോൾ വിശപ്പാണ്, എന്താ ചെയ്യാനാ. അപ്പോൾ പിന്നെ പുട്ടും ഗ്രീൻ പീസും കൂട്ടി ഒരു തട്ട് കെട്ടി. ഇപ്പോൾ എന്തായാലും പുട്ടും ഗ്രീൻ പീസും ഭയങ്കര ഇഷ്ടം. ഗ്രീൻ പീസ് കൂട്ടാത്ത ഞാനിപ്പോൾ ഗ്രീൻ പീസിലോണ്ട് പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. ഞാനുണ്ട്, വാമിയുണ്ട്, പിന്നെ അവൻ്റെ അമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അച്ഛനുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോണത്. ഹോൾ ഫാമിലി ആയിട്ട് നമ്മൾ ടൂർ പോകണ പോലെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണേ. അങ്ങനെ പിന്നെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഹോസ്പിറ്റലിലെത്തി. നമ്മൾ പോട്ടതെന്നയിലാണ് നമ്മുടെ ഇത് കാണിക്കുന്നത് പ്രഗ്നൻസി. അപ്പോൾ നമ്മൾ സ്കാനിങ്ങിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഡോക്ടറിന് വേണ്ടി കുറച്ചധികം നേരം നമ്മൾ ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ചധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്കും അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ബോറടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ഡോക്ടർ വിളിച്ചു. നമ്മൾ അതിനകത്ത് സംസാരിച്ചു. കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടിയായി, നമുക്ക് റിപ്പോർട്ടൊക്കെ തന്നു. 24 വീക്ക് 2 ദിവസമായി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ ചായ കുടിക്കാനാണ് പോണത്. നല്ല വിശപ്പുണ്ടായിരുന്നു. കുറേ നേരം നമ്മൾ അവിടെ ഇരുന്നതാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ചൊരു 4 മുളക് ബജിയും ഒരു ചായയൊക്കെ പറഞ്ഞു അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം 3 മണിക്കൂർ കൂടുമ്പോൾ വിശപ്പാണ്. ആ വിശപ്പുള്ള സമയത്ത് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിലോ ഗ്യാസ് കയറും, ഛർദിയാവും. അയ്യോ. അപ്പോൾ ഓക്കെ, ബൈ.